Any more brandy? Yes. One more. Ladies and gentlemen, your attention please. എല്ലാവരും ഒരു നിമിഷം ഇവിടെ ശ്രദ്ധിക്കുക. ഇവനോടൊരു ചോദ്യം. ഇവന്റെ ഗ്രാൻഡ് ഫാദർ താത്ത എന്നോട് സീനിയർ ബാരിസ്റ്റർ വിശ്വേശ്വരയ്യർ ഒരു പുലിയായിരുന്നു. പുലി. അദ്ദേഹം കൂട്ടിൽ നിൽക്കുന്ന സാക്ഷിയോട് കൈചൂണ്ടി ഒരു ചോദ്യം ചോദിച്ചാൽ എതിർഭാഗം വക്കീൽ കാണാതെ പഠിപ്പിച്ച നുണകളൊക്കെ മറന്ന് ഉള്ള സത്യം തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുമായിരുന്നു. ഗ്രേറ്റ് മാൻ. പിന്നെ ബാലു ഇവനുടെ അപ്പ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി മനസ്സുറപ്പിച്ച് കത്തിയെടുത്ത് പേഷ്യന്റിന്റെ ദേഹത്ത് വെച്ചോ കടവുൾ എഗൻസ്റ്റ് തീരുമാനിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ് ആ പേഷ്യന്റ് രക്ഷപ്പെടും. അതിന്റെ ഒരു വെടികേട്ടിന്റെ പുറത്തല്ലേ ഈ കുര്യാക്കോസിന്റെ ആശുപത്രിയും രക്ഷപ്പെട്ടു പോണത്. ഇല്ലെങ്കിൽ ഞാൻ വല്ല ചാണം കാര്യമായിട്ട് സംസാരിക്കുന്നു. சொல்லடா ഒരു പെരിയ വക്കീൽ ഒരു പെരിയ ഡോക്ടർ ഉനക്കിതിൽ ഏതാകാനാ ഇഷ്ടം? വക്കീലോ ഡോക്ടറോ? சொல்லடா. രണ്ടുമല്ല. പിന്നെ എനിക്കൊരു എഞ്ചിനീയർ ആകണം. an architect. ഈ എഞ്ചിനീയറിംഗ് ലൈന് ഊച്ചു കുഴപ്പമില്ലാട്ടോ. ഒന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലത്തിൽ നിന്നും ഡാമിൽ നിന്നൊക്കെ ശരിക്കായിട്ട് വരാം. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. സത്യമായിട്ടും അത് ശരിക്കായിട്ട് വരാം. ചിക്കൻ ഫ്രൈ കുര്യാക്കോസിന്റെ ഏർപ്പാടാ. என்ன மணியண்ணா இதெல்லாம் வீட்டுக்குள்ள ஏத்தக்கூடாது. അതെനിക്ക് தெரியாதா? நம்ம பிராமணால் ஆத்துக்குள்ளே வந்து ஸ்ட்ரிக்ட் வெஜிடேரியன்ஸ் ആക്കും. ആനാ പുറത്ത് ഔട്ട്സൈഡ് ദ ഫോർ വാൾസ് കുറച്ച് നോൺ വെജിറ്റേറിയനൊക്കെ ആവാം. അതിൽ തപ്പ് കിടയാത്. മണിയണ്ണാ കള്ള് കുടിക്കുമ്പോ അല്പം എരിവും പുളിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലാതെ നമ്മുടെ സാമ്പാർ വട തൈര് വട അതൊന്നും പോരാ. ഇതിന്റെ മുമ്പ് നിൽക്കില്ല. അതിനാൽ ഇതിൽ തപ്പ് കിടയാത്. ராஜுவுக்கு டிஸ்டிங்ஷன் கிடைச்ச அக்கௌண்ட்ல இன்னைக்கு 4 பேருக்கு ஜாஸ்தி சாப்பிட்டுருக்கேன். அந்த ஒரு கிரவுண்ட் சப்போர்ட்ல எனக்கு உன்னோட கொஞ்சம் பேசணும். മണിയണ്ണ അണ്ണൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. യെസ്, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ശ്രീ, എന്റെ ശ്രീലക്ഷ്മി என்னோட ஒரே ஒரு தங்கச்சி. யூ நோ her entire past. சின்ன வயசுல இருந்தே உனக்கு அவளை தெரியும். MBBS பாஸ் ஆகி அதுக்கு மேலேயும் படிக்கணும்னு ஆசைப்பட்டா. MS முடிஞ்சாச்சு. அப்போதான் வெளியூர் போய் படிக்கிறதுக்கு ஸ்காலர்ஷிப். அவளோட ஒரு ஆசைக்கும் நான் எதிர் சொல்ல மாட்டேன். படிப்பு முடிச்சு திரும்பி വരുമ്പോ അവക്ക് വയസ്സ് 28. முதல்ல പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്ഡ് பண்ணணும் ഒരേ വാശി. ശരി ആകട്ടും നനച്ചതാ അവളെ നിന്റെ കൂടെ ജോലിയിലാക്കിയത്. വർഷം പിന്നെയും 2 മാരേജ് വേണ്ടാന്ന് ശ്രീ சொல்லலே. ஆனாலும் தெரியுமே வர்ற ப்ரொபோசல்ஸ் ஒன்றும் அவக்கு பிடிக்காது. அவளோட இஷ்டம் தானே முக்கியம். ஆனா இனியும் கல்யாணம் டிலே பண்றது பெரிய தப்பா போயிடும். எனக்கு தெரிஞ்ச வரைக்கும் இஃப் வாட் ஐ கெஸ் இஸ் கரெக்ட், അവൾക്ക് ഇണങ്ങുന്ന അവൾ ആഗ്രഹിക്കുന്ന പുരുഷൻ ഞാനാണ്. രുക്മിണി മരിച്ചിട്ട്
14 വർഷത്തിന് മേലായി. ഇനിയെങ്കിലും നിനക്കൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചൂടെ ബാലു? ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. അയനോ രുക്മിണി എന്നെ വിട്ടു പോകുമ്പോ ഇതിനേക്കാൾ ചെറുപ്പമായിരുന്നു ഞാൻ. അന്നും അതെ, ഇന്നും അതെ. എന്റെ മനസ്സിൽ രാജു മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ മണിയണ്ണ. അവൻ എത്തേണ്ടടുത്ത് എത്തി എന്നെനിക്ക് ബോധ്യമാകുമ്പോൾ പെർഹാപ്സ് ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചു എന്ന് വരാം. അന്ന് ഒരുപക്ഷെ ഐ ഡോണ്ട് നോ, ചിലപ്പോൾ വൈകിപ്പോയെന്ന് വരാം. ഞാൻ ദുഃഖിക്കില്ല. ഐ വോണ്ട് റിഗ്രറ്റ്. അതുവരെ, എന്നുവരെ എന്നുറപ്പ് പറയാൻ പറ്റാത്ത ഒരു അവധി വരെ ഒരാളെയും കാത്തു നിർത്താൻ എനിക്കാവില്ല. ഐ കാൺട്ട്. Forgive me, അണ്ണ. I understand. கடவுள் என்னமோ ஆல்ரெடியா டிசைட் பண்ணி வச்சிருக்கு. அதுதானே நடக்கும். കണ്ണാ, രാജു വേണ്ട, ഞാൻ വഴക്കാ. പേശമാട്ടെ. ഇന്ന് എത്ര പെഗ് കഴിച്ചു? ഇന്നോ 1 2. 2? 2 സാധാരണ കോട്ട 2 പെഗ്. ഇന്ന് ആ 2 പെഗ്ഗുക്ക് മേലെ ഒരു 4 പെഗ് കൂടെ. അവളോതാൻ എന്നോട് ചെയ്തിരുന്ന പ്രോമിസ് എന്താണ്? ദിവസവും 2 പെഗ്. അതുക്ക് മേലെ. എന്നിട്ടാണ് ഇന്ന്? ഇന്നോ? ഇന്ന് ഞാൻ കുടിക്കും. 2 20 പെഗ് ഞാൻ കുടിക്കും. വേണ്ടി വന്നാ ഇനിയും ഞാൻ കുടിക്കും. ഇന്ന് എന്നോട് പുള്ളേ ബാരിസ്റ്റർ വിശ്വേശ്വരയ്യരുടെ മകൻ ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തോടെ സൺ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായതോടെ സെലിബ്രേഷൻ ആക്കും. എത്ര നാളാണ് എതിർപ്പാത്ത ഒരു ഗോൾഡൻ മോമെന്റ് ആണെന്ന് അറിയാമോടാ കൊച്ചു കഴുതേ. ഐ ആം ഹാപ്പി. ഐ ആം ദ ഹാപ്പിയസ്റ്റ് ഫാദർ ഓൺ ദിസ് ഹോൾ എർത്ത്. ഞാനിന്ന് കുടിക്കും. കുടിച്ചോ, നേരം എടുക്കുന്നവരെ കുടിച്ചോ. ഇവിടെ വാ. நான் தெரியாம கேக்குறேன். நம்ம 2 ஆளுக்குள்ள யாரு புள்ள யார் அப்பா? நீ புள்ள தானே? അല്ലാതെ എന്നോട് അപ്പ ബാരിസ്റ്റർ വിശ്വേശ്വര അയ്യർ ഇല്ലേ? അപ്പോ നിലത്ത് നിൽക്കേ, എന്നെ കേറി ഭരിക്കാതെ പുത്ര. നിന്റെ വിജയം ഈ പാവം തന്ത ഒന്ന് ആഘോഷിച്ചോട്ടെ. ആഘോഷിച്ചോ, പക്ഷെ കണ്ടു നിൽക്കാൻ ഞാനില്ല. രാജു വേണ്ട. വേണ്ട, പോ. നിനക്ക് അത്ര വാശിയാണെങ്കിൽ എനിക്കും ഉണ്ട് വാശി. ഞാൻ എന്താ അത്ര മോശക്കാരനാ? ഞാനും പോവും എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. நீயே சொல்லு ருக்கு. இன்னைக்கு ஒரு நாள் எனக்கு இந்த அளவுக்கு குடிக்கிறதுக்கு அர்ஹதை இல்லையா? இதுக்கு நம்ம புள்ளை ஃபர்ஸ்ட் கிளாஸ்ல ஃபர்ஸ்ட் ஆயிடுச்சடி, ஃபர்ஸ்ட் ரேங்க். நம்ம ராஜு அவனை பற்றி நீ நினைச்சிருந்ததுக்கு ஒரு படி மேலே அவன் வந்தாச்சு. പക്ഷേ ഈ സന്തോഷം പങ്കിടാൻ നീ എന്റെ കൂടെ ഇല്ലാതായി പോയല്ലോ. നീ ഗർഭിണിയാണെന്ന്, നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന് ഞാൻ ആദ്യം അറിഞ്ഞ നിമിഷം നീ ഓർക്കുന്നൊരുക്കൂ. The argument presented by the public prosecutor is totally irrelevant and immaterial. Hence, the case may please be dismissed and my client be acquitted. வாடா பாலு, வா 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 வா, வந்து உட்கார் வா. வேண்டப்பா, நீ இன்னைக்கு லீவுக்கு வருவாய்ன்னு எனக்கு தெரியும். அதனாலதான் நோக்கு லெட்டரே போடல. வந்த அப்புறம் விஷயத்தை சொல்லிக்கலாம்னு இருந்தேன். விஷயமா? வாங்க டாக்டர் பாலசுப்ரமணியர் வாழ். வாங்க வந்து பக்கத்துல உட்காருங்க. பாடா வந்து உட்கார்ற. உட்காரு. பாலு, இன்னில இருந்து நீ என்கிட்ட எதிரா உட்கார்ந்து பேசலாம். ஏன்னா நீ ஒரு ஆம்பளை நிரூபிச்சுட்டே. என்னடா மணி கதகளி ஆடிட்டு இருக்காய்?
அல்ல பாலுவுக்கு விஷயம் புரியலே போல இருக்கு. மடையா, நீ ஒரு குழந்தைக்கு அப்பாவாக போறாய். ஞானா கர்ப்பம். அப்படியா? ஓடுறான் பாரு, ஓடுறான். எனக்கு சொல்லடி. பாலு, இனிமே உனக்கு ஏதாவது வேணா என்ன கூட்டு கேளு. சும்மா சும்மா அவளை கூப்பிடாத, தெரிஞ்சுதா? ஏடா பொம்பளைங்க இருக்கிற இடத்துல உனக்கு என்ன வேலை? போடா போடா. என்னண்ணா? என்னது? பாட்டி வாடா, ஒரு நிமிஷம். கொஞ்சம் வெளியில வர. வா. என்னங்க இது? இது நியாயமா? பொண்டாட்டி கர்ப்பம் ஆகிற வரைக்கும் புருஷன் வேணும், அதுக்கப்புறம் எனக்கு நோ அட்மிஷன், நான் வெளியில. இது எங்களோட மரியாதை, இது ശരിയാവൂല. அப்படிலாம் சொல்லாதீங்க, இது நம்ம ஆச்சாரமாச்சே. ആചാരം മണ്ണാങ്കട്ടി ഞാൻ വല്ലതും പറഞ്ഞോണ്ടല്ലോ. இதுக்குள்ள ஆண் குழந்தையா பெண் குழந்தையா? உங்களுக்கு ஏதா ஆசை? ஆண் குழந்தையா இருந்தா பெட்டர், ஆனா பெண் குழந்தையா இருந்தாலும் அட்ஜஸ்ட் பண்ணலாம். கவலைப்படாதீங்க, ஆண் குழந்தை தான் பிறக்கும். நான் கடவுள்கிட்ட வேண்டிக்கிறேன். ஏய் பாலு, ஏண்டா உன் மனசுல என்னதான் நினைச்சிட்டு இருக்க? மன்னிச்சிடுங்க, இவகிட்ட ஒரு வார்த்தை பேசணுங்கிற ஆசையால தான் நான் இங்க வந்தேன். ஏய், அவ புள்ளையான் இருக்காடா. ஆண்டவா, ஆண்டவனான பாட்டியான இவளான நானான இனி வரமாட்டேன், வரமாட்டேன், என்ன வரமாட்டேன். பேசுறமா? போடா மேல. கீழே வந்த நீ எதுக்கு வெளில வந்தாய்? எனக்கு தெரியாது பாட்டி. சமத்து என் கண்ணு இல்ல, அழப்படாதுமா. வா, இனிமே வெளில வரப்படாது. போடா மேல. கீழே வந்த கொண்டு விடுவேன், காலை ரெண்டு வெட்டி விடுவேன், வெட்டி. ஆமா சொல்லிட்டேன்.